ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഒരു ചെറിയ കഥ പങ്കുവയ്ക്കാം. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകളും കഠിന പ്രയത്നങ്ങളും ചെയ്തിട്ടും ജീവിതത്തിൽ ഉയർച്ച സംഭവിക്കുന്നില്ല. ഇപ്പോഴും പഴയ അവസ്ഥയിൽ തുടരുന്നു. ഇന്നത്തെ കഥയിൽ ഒരു ചെറുപ്പക്കാരന് ജീവിതത്തിൽ വിജയിക്കാൻ ഡേവിഡ് എന്ന മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്ന ചില വിജയരഹസ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഏദൻ എന്ന ചെറുപ്പക്കാരൻ വളരെ നല്ലവനും കഠിനാധ്വാനിയുമായിരുന്നു. ജീവിതത്തിൽ വിജയിക്കണമെന്നും പണം സമ്പാദിക്കണമെന്നുമുള്ള ദൃഢനിശ്ചയം ഏദനിലുണ്ടായിരുന്നു. കൂടാതെ മറ്റു ദുശ്ശീലങ്ങളൊന്നും ഏദനുണ്ടായിരുന്നില്ല. ഏദൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുന്നു. എന്നാൽ വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും അവൻ്റെ ജീവിതത്തിൽ വേണ്ട പുരോഗതി ഉണ്ടായില്ല. ഇപ്പോഴും പഴയ അവസ്ഥയിൽ തുടരുന്നു. പലപ്പോഴും ഇത് അവനെ വിഷമിപ്പിച്ചിരുന്നു. എങ്ങനെ പണം സമ്പാദിക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ നഗരത്തിലെ പണക്കാരനായ ഡേവിഡ് എന്ന മനുഷ്യനെ ആ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഏദൻ കാണുന്നത്. അദ്ദേഹത്തെ പരിചയപ്പെടണമെന്ന ആഗ്രഹം കുറേ നാളായി ഏദനിലുണ്ടായിരുന്നു. അവൻ പതിയെ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. താൻ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ സെയിൽസ്മാൻ ആണെന്നും അവിടുത്തെ പ്രൊഡക്ട്സിനെ കുറിച്ചും പുതിയ ഓഫറുകളും മറ്റും നന്നായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഡേവിഡും ഏദനും കുറച്ചുനേരം സംസാരിച്ചു. അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു ബന്ധം രൂപപ്പെട്ടു. ഇടയ്ക്ക് ഏദൻ ഡേവിഡിനെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടു തുടങ്ങി. പിന്നീട് ഒരു സമയത്ത് ഏദൻ ഡേവിഡിനെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടപ്പോൾ തൻ്റെ ആഗ്രഹം ഡേവിഡിനെ അറിയിച്ചു. തനിക്കും താങ്കളെപ്പോലെ നല്ലൊരു ബിസിനസ്മാൻ ആവണമെന്നും പണം സമ്പാദിക്കണമെന്നും അതിനായി താങ്കൾക്ക് ഒരു ടിപ്സ് പറഞ്ഞു തരാമോ എന്ന് ഏദൻ ഡേവിഡിനോട് ചോദിച്ചു. ഡേവിഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നോട് എൻ്റെ കഥ പറയാം. ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ തുടക്കത്തിലെ പല ബിസിനസ്സുകളും പരാജയമായിരുന്നു. പലപ്പോഴും എൻ്റെ തീരുമാനങ്ങൾ തെറ്റിപ്പോയിരുന്നു. എന്നാൽ ഞാൻ പിന്തിരിഞ്ഞില്ല. ഞാനും നിന്നെപ്പോലെ കഠിനാധ്വാനം ചെയ്തു. ഓരോ ദിവസവും ഞാൻ എന്നെ തന്നെ മാറ്റത്തിന് വിധേയനാക്കി. കാലത്തിനനുസരിച്ച് നമ്മളും നമ്മുടെ ബിസിനസ് ഐഡിയകളും മാറണം. എല്ലാറ്റിനുമുപരി നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കണം. വളരെ വർഷങ്ങൾക്കു ശേഷമാണ് ഞാൻ ഇന്നുള്ള ഈ അവസ്ഥയിലേക്ക് എത്തിയത്. നിനക്ക് വിജയിക്കാനും പണം ഉണ്ടാക്കണമെങ്കിൽ നാളെ മുതൽ നീ നിന്നിൽ വിശ്വസിക്കണം. ക്ഷമയാണ് ഏറ്റവും വലുത്. പരാജയങ്ങൾ ഉണ്ടായാൽ മനസ്സ് തളരാതെ നിൽക്കണം. ഒരു ദിവസം കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ വിജയിക്കാൻ സാധിക്കില്ല. സ്ഥിരതയാണ് എല്ലാ വിജയങ്ങളിലേക്കും നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നിന്ന് ഏദന് വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി ലഭിച്ചു. ഏദൻ പിന്നീട് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. 2 വർഷം തനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും കുറച്ച് എമൗണ്ട് സേവിങ്സിലേക്ക് മാറ്റി. അനാവശ്യ ചിലവുകളെല്ലാം ഒഴിവാക്കി. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ ചെറിയ സേവിങ്സ് ഒരു ഇൻവെസ്റ്റ്മെൻ്റായി മാറിക്കഴിഞ്ഞിരുന്നു. ഏദൻ ഒരു ഹോം മെയ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. ചെറിയ രീതിയിൽ തുടങ്ങിയ ബിസിനസ്സിൽ കാര്യമായ സെയിൽസ് ഒന്നും ലഭിച്ചില്ല. എന്നാൽ പല കാര്യങ്ങളിലും മാറ്റം വരുത്തി തൻ്റെ ബിസിനസ് റൺ ചെയ്തു. പതിയെ മാർക്കറ്റിൽ തൻ്റെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് വന്നു തുടങ്ങി. പലപ്പോഴും പ്രശ്നങ്ങളിൽ തളരാതെ നിന്നു. ഇന്ന് 5 വർഷങ്ങൾക്കിപ്പുറം തൻ്റെ കഠിനാധ്വാനവും ക്ഷമയും തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് തൻ്റെ ബിസിനസ് കൊണ്ടുപോയ ഏദൻ നല്ലൊരു ബിസിനസ്സുകാരനും 3 ബ്രാഞ്ചസ് ഉള്ള ഫുഡ് കമ്പനിയുടെ ഓണറുമായി മാറി. ജീവിതത്തിൽ നമ്മൾ ഇന്നെടുക്കുന്ന ഒരു തീരുമാനമാകാം നാളത്തെ വലിയ മാറ്റത്തിന് കാരണമാകുന്നത്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ. See you again.